ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. എന്താണെങ്കിലും അമൃതേട്ടത്തിയോട് ഞാൻ ചോദിക്കുമെന്ന് അഖില പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ട, അമൃതേട്ടത്തിക്ക് എന്നോടാണ് ദേഷ്യം. അത് ചെറിയ ദേഷ്യമൊന്നുമല്ല, ഒരു വലിയ ദേഷ്യം തന്നെയാണ്. അതിന്റെ കാരണം ഞാൻ തന്നെ ചോദിച്ച് കണ്ടുപിടിച്ചോളാം. എന്താണെങ്കിലും അമൃതേട്ടത്തിയെ കൊണ്ട് ഞാൻ ഇതിന്റെ ഉത്തരം പറയിപ്പിച്ചിരിക്കും. ആദ്യം നമുക്ക് ഈ പൂക്കളൊക്കെ എടുത്ത് മാറ്റണം. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എന്റെ സങ്കടം കൂടുകയാണെന്ന് പറഞ്ഞ് ശ്യാം അഖിലിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയെയും വിസ്മയമാണ്. മമ്മി, അവിടെ ചടങ്ങ് മുടങ്ങിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഈ ചാർമിളയുടെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്കെന്തോ ചതി പോലെ തോന്നുന്നതെന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, എന്താണെങ്കിലും അവളുടെ വിവാഹ ചടങ്ങ് മുടങ്ങിയല്ലോ. അവൾ എന്താണെങ്കിലും നമ്മളെ തേടി വന്നിരിക്കും. മമ്മി, നമ്മൾ അവളെയല്ല തിരയേണ്ടത്, നമ്മള് ചാർമിളയെ വേണം തിരയാൻ. അവള് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിസ്മയ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, എന്താണെങ്കിലും 2 ദിവസം കൂടി നമുക്ക് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം അടുത്തത് എന്ത് ചെയ്യണമെന്ന്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അമൃതയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ശ്യാമ. ശ്യാമയെ കണ്ടുടൻ തന്നെ അമൃത മുറിയിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്യാമ അമൃതയെ തടയുകയാണ്. എന്താണെങ്കിലും കാര്യമറിയാതെ ഞാൻ ഏട്ടത്തിയെ വിടില്ല. ഇന്ന് ഏട്ടത്തി കാരണമാ എന്റെ വിവാഹം മുടങ്ങിയത്. പക്ഷേ എനിക്കതിൽ സങ്കടമില്ല. ഏട്ടത്തി എന്നോട് കാണിക്കുന്ന അകൽച്ചയാണ് എനിക്ക് പ്രശ്നം. അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെങ്കിലും എനിക്കറിയണമെന്ന് ശ്യാമ പറയുന്നു. ദേ ശ്യാമേ, എനിക്കൊന്നും പറയാനില്ലെന്ന് ഞാൻ പറഞ്ഞു, നീ മാറിക്കേന്ന് അമൃത പറയുമ്പോൾ അമൃതയുടെ കയ്യിൽ പിടിക്കുകയാണ് ശ്യാമ. തുടർന്ന് അമൃത ദേഷ്യത്തോടെ ശ്യാമയെ താഴേക്ക് തള്ളിയിടുകയാണ്. ഏട്ടത്തി എന്നെ കൊന്നാലും വേണ്ടില്ല, ഇന്ന് ഏട്ടത്തി എന്താണെങ്കിലും എന്നോട് കാര്യം തുറന്നു പറയണമെന്ന് പറഞ്ഞ് അമൃതയുടെ കാല് പിടിക്കുകയാണ് ശ്യാമ. ഏട്ടത്തി എനിക്ക് എന്റെ അമ്മയെ പോലെയാണെന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുകയാണ്, പിന്നെ നീ നിന്റെ അമ്മയെ വഞ്ചിച്ചത് എന്തിനാ? നിന്നോട് ഇതിനെപ്പറ്റി ഒരിക്കലും സംസാരിക്കരുതെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീയും അശ്വതിയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിരുന്നെന്ന് അമൃത പറയുമ്പോൾ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് ശ്യാമ. നീ കള്ളിയാണ്, പെരുങ്കള്ളി. ആ ഐശ്വര്യമായിട്ട് ഒത്തുനോക്കുമ്പോഴേ ആ ഐശ്വര്യ എന്തൊരു പാവമാണെന്ന് അമൃത പറയുമ്പോൾ ആകെ തകർന്ന് ബെഡിലേക്ക് ഇരിക്കുകയാണ് ശ്യാമ. എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തവളാ ആ അശ്വതി. അപ്പോഴൊക്കെ എന്റെ സമാധാനം എന്തായിരുന്നെന്ന് നിനക്കറിയാമോ? എന്നെ ആശ്വസിപ്പിക്കാൻ നീ ഉണ്ടല്ലോ എന്നതായിരുന്നു എന്റെ ഏക സമാധാനം. ആ നീയാണ് മറ്റാരും ചെയ്യാത്ത ചതി എന്നോട് ചെയ്തത്. എനിക്കറിയാം, ആദ്യേട്ടൻ കാര്യങ്ങളൊക്കെ നിന്നെ ആയിരിക്കും ഏൽപ്പിച്ചത്. നീ അവരുടെ മീഡിയേറ്റർ അല്ലായിരുന്നോ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കേണ്ട. എന്റെ ജീവിതാവസാനം വരെ എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമാണ് ശ്യാമയെന്ന് പറഞ്ഞ് അമൃത മുറിയിൽ നിന്നും ഇറങ്ങാൻ ഒരുങ്ങാൻ നേരം ശ്യാമ പറയുകയാണ്, ഏട്ടത്തി 1 മിനിറ്റ്. അത്രയും പറഞ്ഞ് ശ്യാമ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ചേച്ചി എന്നോട് ക്ഷമിക്കണം. ചേച്ചി അന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഒരാളോട് പറയേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അശ്വതിയുടെ അനുവാദം ചോദിക്കുകയാണ് ശ്യാമ. ഏട്ടത്തി, നമുക്ക് ഒരിടം വരെ പോണം. ഏട്ടത്തി എന്റെ ഒപ്പം വരണമെന്ന് ശ്യാമ പറയുമ്പോൾ ഞാൻ നിന്റെ ഒപ്പം എങ്ങോട്ടേക്കുമില്ലെന്ന് അമൃത പറയുന്നു. അത് പറ്റില്ല ഏട്ടത്തി, വന്നേ പറ്റൂ. ശരി, ഞാൻ വരാമെന്ന് അമൃത പറയുന്നു. പിന്നീട് കാണിക്കുന്നത് SI ജയേഷിനെയാണ്. രഞ്ജിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച കാരണമാണ് ഇപ്പോ ആ അഖിലിന്റെ ഭാര്യ നിലയത്തിൽ തുടരുന്നത്. അല്ലെങ്കിൽ അവളിപ്പോ ലോക്കപ്പിന്റെ അകത്തായേനെ. എന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച ഞാൻ സമ്മതിക്കുന്നെന്ന് ജഗൻ പറയുമ്പോൾ പറയുകയാണ്, എന്താണെങ്കിലും അവർ തമ്മിലുള്ള വിവാഹം മുടങ്ങിയല്ലോ, എനിക്ക് അത്രയും മതി. ഇത് കേൾക്കുന്ന ജയേഷ് പറയുകയാണ്, എന്താണെങ്കിലും അമൃതയും ശ്യാമയും തമ്മിൽ ചേർച്ചയിലാകാതെ ഐശ്വര്യ ശ്രദ്ധിക്കണം. അതെന്താണെങ്കിലും ഞാൻ ഏറ്റു എന്ന് ജയേഷ് പറയുകയാണ്. അതിലും വലിയൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. വർമ്മയുടെ കറിക്കൂട്ടുകളിൽ മായം ചേർക്കണം. അങ്ങനെ മായം ചേർത്ത പാക്കറ്റുകൾ നമ്മൾ തന്നെ ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുക്കണം. അവസാനം വർമ്മയെയും അഖിലിനെയും ആദിയെയും അങ്ങനെ എല്ലാവരെയും പിടിച്ച് ജയിലിലിടാനുള്ള വകുപ്പ് അതിൽ നിന്ന് തന്നെ ഉണ്ടായിക്കോളും. പിന്നീട് കാണിക്കുന്നത് അമൃതയും ശ്യാമയും പുറത്തു വന്നിരിക്കുന്നതാണ്. നീ കുറെ നേരമായല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. ശ്രുതിയും ആദിയേട്ടനും തമ്മിൽ എന്താ ബന്ധമെന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, സാഹചര്യം ഇല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ആദിയേട്ടനും അശ്വതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ദേ ശ്യാമേ, നീ സത്യം പറയാൻ നോക്ക്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെ വിടില്ല. ഇന്നെനിക്ക് എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് അമൃത പറയുന്നു. ആ അശ്വതിയും കൂടാതെ അവളുടെ കുഞ്ഞിന്റെ അച്ഛനും ആദിയേട്ടനല്ലേ എന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, അല്ല, അരുണേട്ടനാണ് ശ്രീകുട്ടിയുടെ അച്ഛൻ. ആദിയേട്ടനുമായിട്ടല്ല, നമ്മുടെ അരുണേട്ടനുമായിട്ടാണ് അശ്വതി ചേച്ചിക്ക് ബന്ധമുള്ളത്. ആ ശ്രീകുട്ടി അവള് അരുണേട്ടന്റെ കുഞ്ഞാണെന്ന് ശ്യാമ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.